പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇസ്രായേൽ ഗസയിൽ നടത്തുന്നത് തന്ത്രപരമായ വംശഹത്യയാണ്, അതിനെപ്പറ്റി അന്വേഷണം വേണമെന്ന രീതിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ, കത്തോലിക്ക സഭയുടെ ആത്മീയാചാര്യൻ അഭിവന്ദ്യനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതായി ഇറ്റാലിയൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിപ്പോർട്ടുകൾ മലയാളത്തിലെ മിക്ക ചാനലുകളുമൊക്കെ വന്നിട്ടുമുണ്ട്. അതിന് ഇസ്രായേലി എംബസി, വത്തിക്കാനിലെ ഇസ്രായേലി എംബസി ഒരു വിശദീകരണവും കൊടുത്തിരിക്കുന്നു. ഒക്ടോബർ 7 ഹമാസ് നടത്തിയത് ഒരു വംശഹത്യാപരമായ ആക്രമണമായിരുന്നു എന്നാണ് മാർപ്പാപ്പയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ റിപ്പോർട്ടിനെ പ്രതികരിച്ചുകൊണ്ട് ഇസ്രായേലി അംബാസിഡർ അദ്ദേഹത്തിൻ്റെ എക്സിൽ രേഖപ്പെടുത്തുന്നത്. ഒക്ടോബർ 7 ഇസ്രായേലിനെതിരെ നടത്തിയതാണ് വംശീയപരമായ ആക്രമണം. അതിനെ ഇസ്രായേൽ പ്രതിരോധിക്കുകയായിരുന്നു. ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തിനെതിരായിട്ട് 7 കോണുകളിൽ നിന്ന് വ്യത്യസ്ത തരങ്ങളിൽ വംശീയ ഉന്മൂലനം ലക്ഷ്യമാക്കിക്കൊണ്ട് യുദ്ധം നടക്കുന്നു. അതിനെതിരെ പ്രതിരോധിക്കുന്നതിനെ വിമർശിക്കുന്ന ആളുകൾ ജൂതരാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് പ്രതികരിക്കുന്നതെന്നൊക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രസ്താവനയെ ഖണ്ഡിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ അംബാസിഡർ എക്സിൽ രേഖപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ പദവിക്ക് കാക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഔന്നത്യത്തിന് ഉതകുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് മിക്കപ്പോഴും നടത്താറുള്ളത്. അദ്ദേഹം ഗസയിൽ കൂട്ടക്കൊല ചെയ്യപ്പെടുന്ന കുട്ടികൾക്കൊപ്പമാണ്, സ്ത്രീകൾക്കൊപ്പമാണ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ നിന്ന് മിക്കപ്പോഴും വ്യക്തമാകുന്നത്. മിക്കപ്പോഴും അദ്ദേഹം ഇസ്രായേലിൻ്റെ സയനിസ്റ്റ് മനോഭാവത്തെ വളരെ നിശിതമായി തന്നെ വിമർശിക്കുന്ന ഒരു ചരിത്രമാണുള്ളത്. ആ പദവിയിൽ ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഗസയിലെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പീഡിപ്പിക്കപ്പെടുന്ന ജനവിഭാഗത്തിനോടൊപ്പം തന്നെയാണ് എന്ന അറിവ് നമുക്ക് ആശ്വാസം പകരുന്നതും അദ്ദേഹത്തോട് ആദരവുണ്ടാകുന്നതുമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യുന്ന കമൻറ്റുകൾ മാത്രം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കമൻ്റാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ മാത്രമല്ല, അദ്ദേഹം എപ്പോഴും ഗസയിലെ സാധാരണ ജനങ്ങൾക്കൊപ്പമാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തയും പ്രവർത്തനവുമെന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ നമുക്ക് ഒരുപാട് തവണ ബോധ്യപ്പെടുത്തി തന്ന ആളാണ്. അദ്ദേഹം മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേലിൻ്റെ പട്ടിണി യുദ്ധത്തിനെതിരെയുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട് എന്നതാണ് വാസ്തവം. മിക്കപ്പോഴും ഗസയെ പട്ടിണിക്കിട്ടുകൊണ്ടാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത്. ഗസയിലേക്ക് ആഹാരങ്ങളോ വസ്ത്രങ്ങളോ ആവശ്യത്തിന് മരുന്നുകളോ പോലും മിക്കപ്പോഴും ആവശ്യത്തിന് ബോംബിങ്ങിൽ തകർന്നുപോയ കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങിപ്പോയ ആളുകൾ, അവർക്കേറ്റ പരുക്കുകൾ, അത് പരിഹരിക്കുന്നതിനുള്ള മരുന്നുകൾ പോലും ഗസയിലേക്ക് കടത്തിവിടാതെ UN സമിതികളെയൊക്കെ ഉപരോധത്തിലാക്കുന്ന ഒരു സംവിധാനമാണ് ഇസ്രായേൽ സ്വീകരിക്കാറുള്ളത് എന്നത് വളരെ നിരാശാജനകമാണ്. മിക്കപ്പോഴും ആഹാരം പോലും കിട്ടാതെ വളരെയധികം പേരാണ് അവിടെ മരിച്ചു വീഴുന്നത് എന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തതാണ്. മറ്റൊന്നോടുകൂടിയുണ്ട്, ഇസ്രായേലിൽ ചില പട്ടാളക്കാർക്ക് മാനസിക അസ്വസ്ഥങ്ങൾ പിടിപെട്ടിരിക്കുന്നു എന്ന വാർത്ത ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അതിന് കാരണം തകർന്നുപോയ കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യജീവനുകൾക്ക് മേൽ ഇസ്രായേലി സൈനിക മേധാവികൾ ടാങ്ക് കയറ്റുവാൻ ആവശ്യപ്പെടുന്നുണ്ട് എന്ന ഒരു റിപ്പോർട്ടാണ്. അങ്ങനെ നിർബന്ധിതമായി ടാങ്ക് കയറ്റുവാൻ വിധിക്കപ്പെടുന്ന ഇസ്രായേലി ടാങ്കറുകളുടെ ഡ്രൈവർമാർ ഈ പച്ചയായ മനുഷ്യ ശരീരത്തിലെ ടാങ്കുകൾ പാഞ്ഞു കയറുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന ആന്തരിക അവയവങ്ങൾ കണ്ട് വല്ലാതെ ഒരു മാനസിക അസ്വസ്ഥതയിലേക്ക് പിന്തള്ളപ്പെടുകയും അവർക്ക് പിന്നെ ആഹാരം കഴിക്കുവാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ട് കടന്നു പോവുകയും ചെയ്യുമെന്ന് നമ്മൾ വായിച്ചതാണ്. വാർത്താമാധ്യമങ്ങളൊക്കെ അതിൻ്റെ റിപ്പോർട്ട് കണ്ടതാണ്. അങ്ങനെ ഇസ്രായേലിൽ ഈ യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിച്ച നല്ലൊരു വിഭാഗം സൈനികരും മാനസികമായ സംഘർഷങ്ങൾക്ക് ചികിത്സയിലാണ് എന്ന റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ്. അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്നൊക്കെ ഇതിനെതിരെ റിപ്പോർട്ടുകളും പ്രതികരണങ്ങളും വരുമ്പോൾ ഇസ്രായേൽ എന്ന രാജ്യം കൂടുതൽ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. യുദ്ധം തീർന്ന് സമാധാനപൂർണ്ണമായി ജീവിക്കുന്ന ഒരു ലോകക്രമം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനൊപ്പം തന്നെ ഫലസ്തീൻ്റെ മോചനം, എപ്പോഴും പറയാറുള്ളത് പോലെ പതിറ്റാണ്ടുകൾ അടിമത്തത്തിലായിരുന്ന ഒരു ജനത, അവർക്ക് ശ്വസിക്കുവാനുള്ള, അവരുടെ പിൻതലമുറയെങ്കിലും സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിച്ചു വീഴുവാനുള്ള ഒരു സമരത്തിൻ്റെ പോരാട്ട ഭൂമിയിലാണ്. അവർ വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.